പാലക്കാടും മതതീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ച് കോൺഗ്രസ്. വെൽഫെയർ പാർട്ടിയുമായി പലയിടത്തും കൂട്ടുകെട്ടാണ്. സംസ്ഥാനത്തുടനീളം നീക്കുപോക്കാവാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പാലക്കാട് നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള വി.കെ. ശ്രീകണ്ഠൻ MP പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് വെൽഫെയർ പാർട്ടി നിരുപാധിക പിന്തുണ നൽകിയവരാണെന്നും ശ്രീകണ്ഠൻ പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ പാലക്കാട് ജില്ലയിലും മതതീവ്രവാദ ശക്തികളെ കൂട്ടുപിടിക്കുകയാണ് കോൺഗ്രസ്. UDF മുന്നണിയിലില്ലെന്ന് പറയുമ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുമായും SDPIയുമായും പലയിടത്തും കൈകോർക്കുകയാണ് കോൺഗ്രസ്. വെൽഫെയർ പാർട്ടിയുമായി സംസ്ഥാനത്തുടനീളം നീക്കുപോക്കാവാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തങ്ങൾക്ക് വെൽഫെയർ പാർട്ടി നിരുപാധികം പിന്തുണ നൽകിയവരാണ് എന്നും പാലക്കാട് നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള വി.കെ. ശ്രീകണ്ഠൻ MP പറഞ്ഞു. പൊതു സ്വതന്ത്രർ എന്ന നിലയ്ക്കാണ് പലയിടത്തും മത്സരിക്കുന്നത്. വെൽഫെയർ പാർട്ടിയുമായുള്ള കൂട്ടുകെട്ട് വർഗീയ ശക്തികൾക്കെതിരായ നിലപാടാണെന്നും മതേതര കൂട്ടായ്മയാണെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. ഞങ്ങൾക്ക് UDF സംവിധാനത്തിലാണ് മത്സരിക്കും. പിന്നെ പൊതു സ്വതന്ത്രർ അങ്ങിങ്ങായിട്ട് ചിലരുണ്ട്. അതൊന്നും വെൽഫെയർ പാർട്ടി എന്ന് പറഞ്ഞത് അവർ UDFന്റെ ഘടകകക്ഷിയല്ല. പക്ഷെ സംസ്ഥാനത്തോടനീളം വെൽഫെയർ പാർട്ടിയുമായിട്ട് നീക്കുപോക്കാകാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങളെ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ, ഞങ്ങളെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരുപാധികം പിന്തുണ നൽകിയവരാണ്. വർഗീയ ശക്തികൾക്കെതിരായിട്ടുള്ള നിലപാടാണ് അവരുടെ. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകെട്ട് വേണ്ട, അവർ നുഴഞ്ഞു കയറി ഇസ്ലാമിനെ തകർക്കുമെന്ന് ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെയുള്ളവർ തുറന്നു പറയുമ്പോഴാണ് കോൺഗ്രസ് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുമായി കൈകോർത്ത് മുന്നോട്ട് പോകുന്നത്. ജനം, പാലക്കാട്.